മകളെ, അഭിമന്യുവിൻ്റെ വധത്തിന് കാരണക്കാരനായ ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത അർജുനൻ ശ്രീകൃഷ്ണൻ തെളിച്ച രഥത്തിൽ കൗരവ സൈന്യത്തിനുള്ളിലേക്ക് ആക്രമിച്ചു കടന്നു. ദ്രോണാചാര്യരും മഹാരഥന്മാരായ പല രാജാക്കന്മാരും ചേർന്ന് ജയദ്രഥനെ വ്യൂഹത്തിനുള്ളിൽ ഒളിപ്പിച്ചു. എങ്കിലും അർജുനൻ ഒരിക്കൽ അയാളെ കണ്ടു. അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് അയാളെ വീണ്ടും സൈന്യത്തിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചു നിർത്തി. അർജുനൻ യുദ്ധഭൂമിയിലേക്ക് പോയിട്ട് വിവരങ്ങൾ ഒന്നും അറിയാതെയും അയാളെ കാണാതെ വിഷമിക്കുകയും ചെയ്ത യുധിഷ്ഠിരൻ സാത്യകി എന്ന യാദവ യോദ്ധാവിനെ അർജുനനെ കണ്ടെത്തി സഹായിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. അതിനായി പുറപ്പെട്ട സാത്യകി ധീരമായി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയി. വഴിയിൽ ജലസന്ധി, സുദർശനൻ എന്നിവരെ വധിക്കുകയും ദുര്യോധനൻ, ദ്രോണർ, കൃതവർമ്മൻ തുടങ്ങിയ മഹാരഥന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അർജുനൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ചില ലക്ഷണങ്ങൾ സാത്യകി മനസ്സിലാക്കി. ഗാന്ധീവത്തിൻ്റെ ഞാണൊലിയും പാഞ്ചജന്യത്തിൻ്റെ ശംഖുലിയും സാത്യകിയുടെ കർണങ്ങളിൽ വന്നു പതിച്ചു. സാത്യകി സൂതനോട് പറഞ്ഞു, സൂത, അർജുനൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തീർച്ച. ഗാന്ധീവത്തിൻ്റെ ഞാണൊലി വ്യക്തമായി കേൾക്കാം. പാർത്ഥൻ ഇന്ന് അസ്തമയത്തിന് മുമ്പ് തന്നെ ജയദ്രഥനെ വധിക്കും തീർച്ച. നീ ഇനി ഈ കുതിരകൾക്ക് അല്പം വിശ്രമം കൊടുക്കണം. കണ്ടില്ലേ, കൗരവർക്കൊപ്പം ആരെല്ലാമാണ് ചേർന്നിരിക്കുന്നത്? കാംബോജർ, ശകർ, യവനർ തുടങ്ങിയവരെല്ലാം ഉണ്ട്. ശകർ പടിഞ്ഞാറൻ ഭാരതം ഭരിച്ചിരുന്ന ഒരു രാജവംശവും യവനർ ഗ്രീക്കുകാരും കാംബോജർ ഇറാൻകാരുമാണ്. അവരെല്ലാം എൻ്റെ ആയുധമേറ്റ് മരിക്കേണ്ടവരാണെന്ന് തോന്നുന്നു. കുതിരകളുടെ ക്ഷീണം തീർന്നാൽ നീ അവയെ അവരുടെ നേർക്ക് തെളിക്കണം. അവരുടെ തേരുകളും ഗജങ്ങളും കുതിരകളും തകർന്നാൽ നമ്മൾ വ്യൂഹത്തിനപ്പുറം എത്തിയിരിക്കും. സാരഥി പറഞ്ഞു, പ്രഭു, സാക്ഷാൽ പരശുരാമൻ തന്നെ എതിർത്തു വന്നാലും എൻ്റെ രഥം തടയാനാകില്ല. എനിക്കതിൽ ഒരു പേടിയുമില്ല. ഈ യുദ്ധം എത്ര നിസ്സാരം. പക്ഷേ പാർത്ഥനെ കണ്ടെത്താൻ ഏതു വഴി രഥം തെളിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞാലും. സാത്യകി പറഞ്ഞു, സുധാ, നിന്റെ വാക്കുകൾ എന്നെ ഉണർത്തുന്നു. ഇന്ന് എൻ്റെ ഗുരുവായ അർജുനന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അതിന് കിട്ടിയ അവസരമാണിത്. ആയിരക്കണക്കായ രാജാക്കന്മാരെ വധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കും. എൻ്റെ യുദ്ധം കണ്ടു നിൽക്കുന്ന ദുര്യോധനന് 2 പാർത്ഥന്മാർ യുദ്ധം ചെയ്യുന്നുവെന്ന് തോന്നിപ്പോകും. പാണ്ഡവരോടുള്ള എൻ്റെ കൂറ് ഇന്ന് ഞാൻ തെളിയിക്കും. സഞ്ജയൻ തുടർന്നു, രാജാവേ, സാത്യകിയുടെ സൂതൻ രഥം മുന്നോട്ട് പായിച്ചു. ആ വരവ് കണ്ട് യവനർ സാത്യകിയുടെ നേരെ ബാണങ്ങൾ തുടരെ വർഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സാത്യകി അതെല്ലാം ശക്തമായ ശരപ്രയോഗത്താൽ തടഞ്ഞു. ഒപ്പം ശത്രുസൈന്യത്തിൽ കനത്ത നാശവും വിതച്ചു. കിരാതരും ശകരും കാംബോജരും യവനരുമെല്ലാം ആ ബാണങ്ങളേറ്റ് അസംഖ്യം പേർ മരിച്ചു വീണു. സാത്യകിയുടെ ആക്രമണത്തെ തടയുവാനാകാതെ കൗരവ സൈന്യം പിന്തിരിഞ്ഞോടി. രാജാവെ, ഇപ്രകാരം എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സാത്യകി അർജുനൻ്റെ അടുത്തേക്ക് പോയി. ധൃതരാഷ്ട്രർ ചോദിച്ചു, എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു സഞ്ജയ? രാജാവേ, ഈ സമയത്ത് അങ്ങയുടെ പുത്രന്മാർ 7 മഹാരഥന്മാരായ രാജാക്കന്മാരെയും കൂട്ടി സാത്യകിയുടെ പിന്നാലെ ചെന്ന് അയാളെ വളഞ്ഞു. ഭയം ലേശം പോലുമില്ലാതെ സാത്യകി അവരോട് യുദ്ധം ചെയ്തു. അങ്ങയുടെ സൈന്യം സാത്യകിയുടെ രഥത്തെയും തേർക്കുതിരകളെയും തകർക്കാൻ ലക്ഷ്യം വെച്ച് അസ്ത്രങ്ങൾ അയച്ചു. പക്ഷേ അയാളുടെ ബാണങ്ങളേറ്റ് ദുര്യോധനൻ്റെ രഥത്തിലെ കുതിരകൾക്ക് മുറിവ് പറ്റി. വേദനയാൽ പുളഞ്ഞ ആ സാധുമൃഗങ്ങൾ വിറളി പിടിച്ച് നിയന്ത്രണങ്ങളെല്ലാം തെറ്റിച്ച് യുദ്ധഭൂമിയിലാകെ പാഞ്ഞു നടന്നു. ദുര്യോധനൻ്റെ സാരഥിക്ക് അവയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അയാൾ സഞ്ചരിച്ചിരുന്ന രഥവും വലിച്ചുകൊണ്ട് കുതിരകൾ ലക്ഷ്യമില്ലാതെ ഓടി. ഇത് കണ്ടു നിന്ന അങ്ങയുടെ മറ്റു പുത്രന്മാർ ദുര്യോധനൻ്റെ പിന്നാലെ പാഞ്ഞുപോയി. ഈ വിധത്തിൽ കൗരവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാത്യകി അർജുനൻ്റെ അടുത്തേക്ക് പോയി. രാജാവെ, നിയന്ത്രണം വിട്ട് കുതിരകൾ വലിച്ചുകൊണ്ടുപോയ ദുര്യോധനൻ്റെ രഥം അല്പസമയത്തിനുള്ളിൽ മടങ്ങിയെത്തി. ഇത് കണ്ട് സംശപ്ത സൈന്യത്തിനൊപ്പം മറ്റു സൈനികരും മടങ്ങി വന്നു. ദുര്യോധനൻ്റെ ആജ്ഞയനുസരിച്ച് അവർ സാത്യകിയുടെ പിന്നാലെ ചെന്നു. പർവ്വത പ്രദേശങ്ങളിൽ നിന്നും എത്തിയ പോരാളികൾ കരിങ്കൽ തുണ്ടുകൾ ആയുധമായി സംഭരിച്ചിരുന്നു. അവരോട് ദുശാസനൻ അവനെ കൊല്ല് എന്നുറച്ച് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് ആവേശം കയറിയ അവർ സാത്യകിയെ ആക്രമിക്കാൻ തുടങ്ങി. രാജാവേ, സത്യത്തിൽ അപ്പോഴായിരുന്നു സാത്യകി യഥാർത്ഥ ശക്തി പുറത്തെടുത്തത്. അയാൾ ശത്രുസൈന്യത്തിന് നേരെ കാട്ടുതീ പോലെ നാശം വിതച്ചു.
ആ ശൗര്യം കണ്ട് പിന്തിരിഞ്ഞോടിയ പർവ്വതവാസികളോട് ദുശാസനൻ ആക്രോശിച്ചു. എന്താണ് നിങ്ങൾ പിന്തിരിഞ്ഞോടുന്നത്? കല്ലുകളല്ലേ നിങ്ങളുടെ ആയുധം. അതിനെ തടയാനുള്ള വിദ്യ ആ നീചന് വശമില്ല. നിങ്ങൾ കല്ലെറിഞ്ഞവനെ കൊല്ല്. ദുശാസനൻ്റെ ആജ്ഞ കേട്ട് പർവ്വതവാസികളായ സൈന്യം സാത്വികയുടെ നേരെ വലിയ പാറകൾ എറിയുവാൻ തുടങ്ങി. അതിനാവശ്യമായ കവണകൾ അവർ കരുതിയിരുന്നു. പക്ഷേ രാജാവേ, സാത്വികി ആ വലിയ പാറകളെ അസ്ത്രം പ്രയോഗിച്ച് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഛിന്നഭിന്നമാക്കി. കവണയിൽ കല്ലെടുത്ത് വയ്ക്കുന്ന ധാരാളം സൈനികർക്ക് അവരുടെ കൈകൾ നഷ്ടമായി. വളരെയേറെ പേർ ഭൂമിയിൽ വീണുരുണ്ട് പരലോകം പ്രാപിച്ചു. ഇത് കണ്ട് ബാക്കി സൈനികർ സാത്വികയെ നേരിടാനാകാതെ യുദ്ധഭൂമിയിൽ നിന്നും പരക്കം പാഞ്ഞു. അവരെല്ലാം ദ്രോണരുടെ സൈന്യത്തിനിടയിൽ കയറി അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഈ കൂട്ടർക്കിടയിലൂടെ ദുശാസനൻ അഭയം തേടി വരുന്നത് കണ്ടു ദ്രോണാചാര്യർ ചോദിച്ചു, ദുശാസന, എന്താ ഈ പോരാളികൾ ഓടിപ്പോകുന്നത്? ദുര്യോധനൻ എവിടെ? ജയദ്രഥനെ അവർ കണ്ടെത്തിയില്ലല്ലോ. നീ ഒരു രാജകുമാരനല്ലേ? പോരെങ്കിൽ രാജാവിൻ്റെ അനുജനും. നിനക്ക് യുവരാജസ്ഥാനം കിട്ടിയ ആളല്ലേ? എന്നിട്ടെന്താ പോർക്കളത്തിൽ നിന്നും ഓടിപ്പോകുന്നത്? പണ്ട് നീ ദ്രൗപദിയോട് പറഞ്ഞില്ലേ, ചൂതിൽ തോറ്റതോടെ നീ ഞങ്ങളുടെ അടിമയായിരിക്കുന്നുവെന്ന്. ഇനി നിനക്ക് ഭർത്താക്കന്മാരില്ലെന്ന്. നീ ഒരു സൈരന്ധ്രിയായി ഞങ്ങളുടെ ജ്യേഷ്ഠനെ പരിചരിക്കൂ എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ് നീ ഇപ്പോൾ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നു. പാഞ്ചാലരോടും പാണ്ഡവരോടും വൈരാഗ്യം വളർത്തിയത് നീയല്ലേ? എന്നിട്ടിപ്പോൾ നിസാരനായ ഒരു സാത്യകയെ പേടിച്ച് യുദ്ധക്കളം വിട്ടോടുന്നു. പണ്ട് ശകുനിയെ വെച്ച് കള്ളച്ചൂതിന് കരുക്കൾ ഞെക്കിയപ്പോൾ ആ കരുക്കൾ മൂർച്ചയുള്ള അമ്പുകളായിത്തീരുമെന്ന് അന്ന് കരുതിയില്ല അല്ലേ? നീയല്ലേ ഈ സൈന്യത്തിൻ്റെ നായകൻ. നായകൻ തന്നെ പിന്തിരിഞ്ഞോടിയാൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താകും? അവരെ ആര് നയിക്കും? ഇന്ന് ഒരു സാത്വികയെ കണ്ട് ഭയന്നോടുന്ന നീ നാളെ പാണ്ഡവരെ കാണുമ്പോൾ എന്തു ചെയ്യും? എവിടെ പോയി ഒളിക്കും? ചെല്ല്, ഗാന്ധാരിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുക. അവിടെയല്ലാതെ ഈ ഭൂമിയിൽ ഒരിടത്തും നിനക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല. നിനക്ക് രക്ഷപ്പെടണമെന്ന് മോഹമുണ്ടെങ്കിൽ രാജ്യം യുധിഷ്ഠിരൻ്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കൂ. നിന്റെ ജ്യേഷ്ഠനോട് ഭീഷ്മർ പണ്ടേ പറഞ്ഞതല്ലേ, പാണ്ഡവരെ ജയിക്കാനാവില്ല, അവർ അജയ്യരാണ്, അവരോട് സന്ധി ചെയ്യൂ എന്ന്. അതൊന്നും ആ മൂഢൻ ചെവിക്കൊണ്ടില്ല. ശാസന, ഭീമൻ്റെ ശപഥം ഓർമ്മയുണ്ടല്ലോ, നിന്റെ രക്തം കുടിക്കുമെന്ന്. ഭീമൻ്റെ ബലപരാക്രമങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. പാണ്ഡവരോട് ശത്രുതയുണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ പടക്കളത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. നീ വേഗം സാത്വികയുടെ അടുത്തേക്ക് പോകൂ. ഇല്ലെങ്കിൽ നിന്നെ കൂടാതെ ഈ സൈന്യം ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് പോകൂ, സാത്വികയോട് യുദ്ധം ചെയ്യൂ. സഞ്ജയൻ തുടർന്നു, രാജാവേ, ദ്രോണർ ഇത്രയൊക്കെ ശകാരിച്ചിട്ടും അങ്ങയുടെ മന്ദബുദ്ധിയായ മകൻ അതൊന്നും വകവച്ചില്ല. പക്ഷേ അയാൾ ധൈര്യം സംഭരിച്ച് യവന സൈനികരുടെ സഹായത്തോടുകൂടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി സാത്വികയെ തിരക്കി പുറപ്പെട്ടു. മഹാരാജാവേ, അതിനുശേഷം ദ്രോണാചാര്യർ പാണ്ഡവ സൈന്യത്തോടും പാഞ്ചാലരോടും യുദ്ധം തുടർന്നു. അദ്ദേഹം അവരെ തുരത്തി ഓടിക്കുവാൻ തുടങ്ങി. അപ്പോൾ പാഞ്ചാല രാജകുമാരനായ വീരകേതു ദ്രോണരെ തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ രഥത്തെയും കുതിരകളെയും ലക്ഷ്യം വെച്ച് വീരകേതു തുടരെ അമ്പുകൾ അയച്ചു. വർദ്ധിച്ച കോപത്തോടെ ആചാര്യൻ വീരകേതുവിനെ നേരിട്ടു. വീരകേതുവിൻ്റെ അസ്ത്രമേറ്റ് ദ്രോണരുടെ തേർക്കൊടിമരം തകർന്നു വീണു. ആ കുമാരനെ നിസ്സാരമായി തടയാൻ ആചാര്യനായ ദ്രോണർക്ക് കഴിഞ്ഞില്ല. ദ്രോണർ വിഷമിക്കുന്നത് കണ്ടപ്പോൾ പാഞ്ചാല സൈന്യം അദ്ദേഹത്തെ വളഞ്ഞു. അവർ വിവിധ തരം ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ദ്രോണർ പ്രയോഗിച്ച തീക്ഷ്ണമായ ഒരസ്ത്രമേറ്റ് വീരകേതു പരലോകം പോയി. ആ കുമാരൻ്റെ മരണത്തിൽ പാഞ്ചാലർ ആകെ ദുഃഖത്തിലായി. വില്ലുകുലച്ച് യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ദ്രോണരെ കണ്ട് ധൃഷ്ടദ്യുമ്നൻ സഹോദരൻ്റെ വിയോഗത്തിൽ പൊട്ടിക്കരഞ്ഞു. അനന്തരം അയാൾ ക്രോധത്തോടെ ആചാര്യൻ്റെ നേർക്ക് കുതിച്ചു ചാടി. അയാൾ പ്രയോഗിച്ച ഒരസ്ത്രമേറ്റ് ദ്രോണർ മോഹാലസ്യപ്പെട്ട് തേർത്തട്ടിൽ വീണു. ധൃഷ്ടദ്യുമ്നൻ ഒരു വാളുമെടുത്തുകൊണ്ട് ദ്രോണരുടെ രഥത്തിലേക്ക് ചാടിക്കയറി. പെട്ടെന്ന് മോഹാലസ്യം വിട്ട് ഉണർന്ന ദ്രോണർ ഏറ്റവും അടുത്തു നിന്ന് പ്രയോഗിക്കാൻ പറ്റുന്ന വിഗസ്തം എന്ന അസ്ത്രം ധൃഷ്ടദ്യുമ്നന് നേർക്ക് പ്രയോഗിച്ചു. അതുകണ്ട് ഭയന്ന ധൃഷ്ടദ്യുമ്നൻ വേഗം സ്വന്തം രഥത്തിലേക്ക് മടങ്ങി. പിന്നീട് അവർ തമ്മിൽ ശക്തമായ യുദ്ധം നടന്നു. ദ്രോണർ ശക്തമായ ഒരസ്ത്രം കൊണ്ട് ധൃഷ്ടദ്യുമ്നൻ്റെ സാരഥിയുടെ കഴുത്തറുത്തു. ലക്ഷ്യം തെറ്റിയ കുതിരകൾ ഭയന്ന് ധൃഷ്ടദ്യുമ്നൻ്റെ രഥവും വലിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങി. അതോടെ ആചാര്യൻ തൻ്റെ സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് തിരിച്ചെത്തി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.